എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പാക്കിംഗ് പരിപാടിയാണ് ഉള്ളത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ചാനലിൽ കുറച്ച് ഗീവ് അവേസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തൊന്ന് സെറ്റാക്കി വെക്കാന്നുള്ളത്. നമ്മൾ ജൂലൈ മാസത്തെ നമ്മൾ 5 ഗീവ് അവേസ് ആണ് ടോട്ടലായിട്ട് പ്ലാൻ ചെയ്തത്. അതിനകത്ത് തന്നെ ഒരു ഗീവ് അവേൻ്റെ വിന്നറിനെ നമ്മൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു 24 hour ചാലഞ്ച് ചെയ്തിരുന്നു. ലൈക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു ചാലഞ്ചിൻ്റെ വിന്നറിനെ മാത്രമേ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനിയും നമുക്ക് 4 വിന്നേഴ്സിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്ടെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി പാക്ക് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ എന്താണ് എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാമല്ലോ, ലൈക്ക് വൺസ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഇന്ന് അതാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇതുവരെ ഞാൻ ഗീവ് അവേക്ക് പ്ലാൻ ചെയ്ത എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലുള്ള ട്രാൻസ്പാരൻറ്റ് കവറിൽ ചെയ്യാമെന്ന്. പക്ഷെ പിന്നെ വിചാരിച്ചത് എങ്ങനെ ഞാനത് അയക്കുക. അപ്പം ആ ട്രാൻസ്പാരൻറ്റ് കവറിൽ ആദ്യം പാക്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് കൊറിയർ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഇങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് മുന്നേ ചെയ്ത് വലിയ പരിചയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഈ താലത്തിൽ കാണിച്ചേക്കുന്ന ഈ സാധനങ്ങൾ ഇതാണ് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. അതായത് 24 hour ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വെച്ച സാധനങ്ങളാണ് ഇത് മൊത്തം. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നമ്മൾ വിന്നറിനെയൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. ആ ഒരൊറ്റ വീഡിയോൻ്റെ ഗീവ് അവേയിൽ വിന്നറിനെ നമ്മൾ ആസ് ഓഫ് നൗ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ വെച്ചേക്കുന്ന സാധനങ്ങളുടെ ഞാൻ വിചാരിച്ചു ഒന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ആ ഒരു ഗീവ് അവേൻ്റെയും. പിന്നെ അത് കൂടാണ്ട് ഇനിയിപ്പം വിന്നറിനെ അനൗൺസ് ചെയ്യാനുള്ള ഗീവ് അവേൻ്റെയും കൂടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു 24 hour ചാലഞ്ച് ഗീവ് അവേയിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് കുറച്ച് ഫേസ് മാസ്കും പിന്നെ എന്താണ് കുറച്ച് ഹെയർ ആക്സസറീസും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സെറ്റ് ഓഫ് ഐറ്റംസ് ആണ് വെച്ചത്. മെയിനായിട്ട് അതായത് ഒരു ഫീമെയിൽസ് ആക്സസറി സാധനങ്ങളാണ് മെയിനായിട്ട് ഞാൻ വെച്ചത് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഗീവ് അവേസ് ഒക്കെ മെയിനായിട്ട് ഇപ്പോൾ ഫീമെയിൽ ആക്സസറീസ് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ കുറച്ച് എന്താ പറയുക ഇപ്പോൾ ഫീമെയിൽസിന് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണം എന്നുള്ളത് ചില കമൻറ്റ്സ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കാണലുണ്ട്. അപ്പോൾ പിന്നെ അതെന്തായാലും നമുക്ക് മാറ്റി പിടിച്ചേക്കാം. കാരണം ഇനിയും നമുക്ക് കുറേ ഗീവ് അവേസ് തരാനുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇക്കണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ബേസിക്കായിട്ട് ഈ ഒരു ഗീവ് അവേയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ പറഞ്ഞ ലിപ് ബാം ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് കോസ്മെറ്റിക് എന്താ പറയുക സാധനങ്ങൾ, പിന്നെ കോസ്മെറ്റിക് സ്പഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് ഗീവ് അവേയിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. അതായത് ഫസ്റ്റ് ഗീവ് അവേ ഓഫ് ദിസ് മന്ത്, ജൂലൈ മാസത്തിൽ ഫസ്റ്റ് ഗീവ് അവേയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കേജാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇട്ടിട്ട് തരാമെന്നാണ് ഞാൻ മെയിനായിട്ട് വിചാരിച്ചത്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ കവർ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് കവർ മേടിച്ചു ഇതുപോലത്തെ പാക്കേജിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു ഇതിലിപ്പോൾ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പ്രശ്നമാവുമല്ലോ, കൊറിയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ കൈമ വന്നിട്ടാ തരണമെങ്കിൽ ഈ ഒരു പാക്കേജ് മതി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ പാക്കേജിൽ ഇട്ടതിന് ശേഷം വേറെ എന്തെങ്കിലും ബോക്സിലിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ അതെനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടോ. കാരണം ഒന്നാമത് നമ്മൾ ഇങ്ങനെ ഒരു ഗീവ് അവേ ഒന്നും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. മുമ്പ് നമ്മൾ ആകെ ഒറ്റ പ്രാവശ്യം ഇതിന് മുന്നേ നമ്മൾ ഗീവ് അവേ ചെയ്തിട്ടുള്ളൂ. ആൻഡ് അതിൽ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ചെയ്ത ഗീവ് അവേ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടി നമ്മളെ കൈമിലുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നേരെ അയച്ചു കൊടുത്തത് കേട്ടോ. പക്ഷേ ഇപ്പോൾ കേസ് വന്ന് അങ്ങനെയല്ല. ഞാൻ കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് കുറേ നോക്കി ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ വാങ്ങി അതാണ് ആക്ച്വലി നിങ്ങൾക്ക് അയച്ചുതരാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്കതിന് ഭയങ്കര സ്പെഷ്യലൈസ്ഡ് പെട്ടിയോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പക്ഷേ എങ്ങനെയാണെങ്കിലും അത് സോർട്ട് ചെയ്യും. പിന്നെ ഈ ഗീവ് അവേ വിന്നർ നമ്മളുടെ സ്റ്റാർ ആയിരുന്നു. അപ്പോൾ സ്റ്റാർ ഓൾറെഡി എന്നെ കോൺടാക്ട് ചെയ്തു. ആൻഡ് സ്റ്റാറിന് ഉടനെ നമ്മുടെ സമ്മാനപ്പൊതി കിട്ടുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഗീവ് അവേയിൽ ഇനിയിപ്പം വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ള ഗീവ് അവേസിൻ്റെ വീഡിയോസാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് സാധനങ്ങൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് സ്ട്രിക്ട്ലി നമ്മുടെ ഫീമെയിൽസിന് വേണ്ടി മാത്രമുള്ളൊരു ഗീവ് അവേ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മൾ ഐബ്രോ റേസേഴ്സ് വെച്ചിട്ടുണ്ട്, ബോഡി ഷേവേഴ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്ലിപ്പും അങ്ങനെയുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വെച്ചത്. അപ്പം ഈ ഗീവ് അവേൻ്റെ റിസൾട്ട് ആക്ച്വലി നമ്മൾ അനൗൺസ് ചെയ്യുന്നത് August 3-നാണ്. പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്, ചേച്ചി എനിക്ക് ഗീവ് അവേ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തോന്നും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പറ്റത്തില്ല. കാരണം ഒരു വീഡിയോൻ്റെ താഴെ തന്നെയായിട്ട് നമുക്ക് ഏകദേശം 10,000 കമൻറ്റ് കിട്ടീന് കേട്ടോ. അതായത് ഈ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത സമയത്ത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കമൻറ്റ് പിക്കർ വെച്ചിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും സെറ്റ് ഓഫ് സാധനങ്ങൾ നമ്മുടെ ഈ ഒരു August 3-ന് നമ്മൾ ആക്ച്വലി 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. ആ 2 വിന്നേഴ്സിൽ ഒരാൾക്ക് കൊടുക്കാൻ
വേണ്ടി പോണ സാധനങ്ങളാണ് ഇത്രയും വന്നിട്ട് കേട്ടോ. അപ്പം ഈ 2 വിന്നേഴ്സിനുമായിട്ട് ഓൾമോസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങളൊക്കെ സിമിലർ ആണ്. പക്ഷേ ആകെ കുറച്ച് ഡിഫറൻസേ വരുന്നുള്ളൂ. അതായത് എന്തിലെങ്കിലൊക്കെ ക്ലിപ്പിലൊക്കെ ചില ഡിഫറൻസ് വരും. അതായത് ഓവറോൾ ക്ലിപ്പിൻ്റെ ഒരു മോഡലിലോ അല്ലെങ്കിൽ കളറിലൊക്കെ ചില ഡിഫറൻസ് വരും. അതല്ലാണ്ട് പിന്നെ ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു സംഭവത്തിലാട്ടോ. ഇത് കണ്ടോ, ഒരു മിററും എന്താ പറയുക കോമ്പും കൂടി ആയിട്ടുള്ള ഒരു ഐറ്റം. നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണത്. അപ്പോൾ ചിലപ്പം ഞാൻ ഒരാൾക്ക് ഇപ്പോൾ യെല്ലോ ആണ് എടുത്തെങ്കിൽ മറ്റൊരാൾക്ക് ബ്ലൂ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക കളർ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസേ മെയിനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 വിന്നേഴ്സിലുള്ള ഒരാളുടെ പെട്ടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാ വിന്നർ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിയില്ല, കാരണം ഇതുവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഓഗസ്റ്റ് 3 ആക്ച്വലി നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു വീഡിയോനകത്തുള്ള ഒരാൾക്കുള്ള സെറ്റ് ഓഫ് സാധനങ്ങളാണിത്. ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സണുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പേർക്കും എന്താ പറയുക ഓൾമോസ്റ്റ് സാധനങ്ങൾ സിമിലറാണ്. പക്ഷേ ആകെ കുറച്ച് ഡിഫറൻസാണ് മെയിൻലി വരുന്നത്. ഈ ക്ലിപ്പിൻ്റെ കളറിലും അല്ലെങ്കിൽ ചില ക്ലിപ്പിൻ്റെ മോഡലിലൊക്കെ ചെറിയൊരു കൈൻഡ് ഓഫ് ഡിഫറൻസ് വരുന്നുണ്ട്. അതല്ലാണ്ട് ബാക്കിയുള്ള ഓൾമോസ്റ്റ് സാധനങ്ങൾ സിമിലറാണ്. ഇത് കണ്ടോ, ക്ലിപ്പിൻ്റെ കളറിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇതിലും ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പിലും ടൈപ്പ് ഡിഫറൻ്റ് ആണ്. മറ്റേത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, ഇത് കുറച്ച് ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സാധനങ്ങൾ സിമിലറാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു മിററും അതുപോലെ കോമ്പുള്ള ഈ ഒരു സെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് കളറിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതല്ലാണ്ട് 2 ആൾക്കാർക്കും ഒരേപോലത്തെ സാധനങ്ങളാണ് ഉള്ളത്. സോ 2 പേരെയാണ് നമ്മൾ ആ ഒരു ഗീവ് അവേയിൽ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അത് ഇപ്പോഴും യെറ്റ് അൺനോൺ ആണ്, നമുക്കറിയത്തില്ല ആരാന്നുള്ളത്. അത് നമ്മൾ ഓഗസ്റ്റ് 3 കേട്ടോ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലിപ്പിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് മുന്നേ പാക്ക് ചെയ്ത് നമ്മൾ പെട്ടിനകത്ത് നമ്മളൊരു വയലറ്റ് ഷെയ്ഡുള്ള ക്ലിപ്പിന് വെച്ചത്. അപ്പോൾ അതിന് പകരമായിട്ട് രണ്ടാമത്തെ ആൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ക്ലിപ്പാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സാധനങ്ങൾ സിമിലറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പെട്ടിയും കൂടെ നമ്മൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഹോൾ ടോട്ടൽ 3 പെട്ടികൾ പാക്ക് ചെയ്തു. ആൻഡ് ഇനി അടുത്തത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗീവ് അവേ ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം കുറേ പിള്ളേർ എനിക്ക് അതിനകത്ത് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും സെറ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ ഒരാൾക്കാണ് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഒരു കിഡ്സ് ഗീവ് അവേ ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ലൈക്ക് ഓഗസ്റ്റ് 2 നമ്മൾ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഗീവ് അവേ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് കമൻറ്റ് അതിൽ വന്നിരുന്നു, കുറേ കുട്ടികളെ കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അത് ഇത്രയും സെറ്റ് ഓഫ് സാധനങ്ങളാണ് മെയിനായിട്ട് ഈ ഗീവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളറിംഗ് ബുക്ക് ഉണ്ട്. ബുക്ക് മാത്രം പോരാ, കളേഴ്സും കൂടെ വേണം. സോ എല്ലാ സെറ്റ് ഓഫ് കളറിംഗ് സാധനങ്ങളും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പെട്ടി പെൻസിലുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇതുപോലെ ഒരു സെറ്റ് ഓഫ് ഐറ്റം ഉണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. ക്രയോൺസും പിന്നെ ഇറേസറും പിന്നെ അതുപോലെ ഷാർപ്പനറും പെൻസിലും കൂടെ ഉള്ളൊരു സെറ്റ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ വേറെ ഒരു സെറ്റ് ഓഫ് പെൻസിലുണ്ട്. പിന്നെ ഈ ഒരു സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബ്രഷ് അല്ലേ. എനിക്കൊക്കെ പറ്റിയാച്ചാൽ ഞാൻ അതങ്ങനത്തെ ഒന്നും വാങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല, അത് ചെറിയ കുട്ടിക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ അതുപോലെ ഒരു പ്ലേറ്റ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു കിഡ്സിൻ്റെ ഗീവ് അവേയിലാണ് നമ്മളെ കവർ നിറഞ്ഞത്. കാരണം അത്രയും സെറ്റ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഒരാൾക്കാട്ടോ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ലൈക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2 കമൻറ്റ് പിക്കർ വഴിയായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് മാനുവലായിട്ട് സെലക്ട് ചെയ്തുകൂടെ എന്നുള്ളത്. മാനുവലായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആർക്കെന്ന് വെച്ചിട്ട് കൊടുക്കും. കാരണം അത്രയും ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യലുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ, ഈ പ്രത്യേകിച്ച് ഗീവ് അവേൻ്റെ വീഡിയോയിൽ കേട്ടോ. അപ്പം അതാണ് നമ്മുടെ എന്താ പറയുക 4ാമത്തെ ഗീവ് അവേ വന്നിട്ട്. ഇനി 5ാമത്തത് വരുന്നത് നമുക്ക് കുറേ സെറ്റ് ഓഫ് ചോക്ലേറ്റ്സ് നമ്മൾ ഒരു കുട്ടി ഗീവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുട്ടി സെറ്റ് ഓഫ് ചോക്ലേറ്റ്സ് നമ്മൾ മെയിനായിട്ട് വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഓഗസ്റ്റ് 5 നമ്മൾ ഗീവ് അവേ ചെയ്യണത്. അങ്ങനെ ഇപ്പോൾ ടോട്ടലി പറഞ്ഞ് നമുക്കൊരു ഒരുപാട് സെറ്റ് ഓഫ് ഗീവ് അവേസ് ചെയ്യുന്നുണ്ട്. കുറേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 2, 3, 5 ഈ ഒരു ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ മെയിനായിട്ട് വിന്നറിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡീറ്റെയിൽഡ് ഗീവ് അവേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച്.